ഉള്ളപ്പോൾ കണ്ണിൻ്റെ ആ മഹാ അത്ഭുതത്തെക്കുറിച്ചും അതിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. 40 വർഷം നമ്മുടെ മക്കളെ പോറ്റി വളർത്തി ഒരു രോഗം വന്ന് നമ്മുടെ ഭാര്യ മരണപ്പെട്ടു പോകുമ്പോഴാണ് ഖബറടക്കം ചെയ്ത് രാത്രിയിൽ ആ ഭർത്താവ് കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊന്ന് കുക്കി ചമയ്ക്കുമ്പോൾ കൈ തടകി അടുത്ത ഭാര്യയെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കും. വെറും ബെഡാണ്. വെപ്രാളത്തിൽ വെള്ളമെടുത്ത് കുടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇന്നലെ രാത്രി വരെ ആ മഗ്ഗിൽ വെള്ളം കൊണ്ട് വച്ചിരുന്ന ആ ഭാര്യ അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് യാത്രയായി. കാലിയായ ആ മഗ്ഗും ശരീരത്തിൻ്റെ വെപ്രാളവും കൊണ്ട് മകൻ്റെയോ മകളുടെയോ ബെഡ്റൂമിലേക്ക് പോയി ഒന്ന് കൊട്ടി. വാപ്പ 2 മണിയായിട്ടും ഉറങ്ങിയില്ലേ എന്ന് നീരസത്തോടെ മോനും മരുമകളുമൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് സത്യത്തിൽ എൻ്റെ ഭാര്യ മരണപ്പെട്ടതോടുകൂടി സത്യത്തിൽ അനാഥമായത് ഞാനാണെന്ന് ചിന്തിക്കുന്നത്. 40 വർഷങ്ങൾക്ക് മുമ്പ് ആ പെൺകുട്ടിയുടെ പിതാവ് എൻ്റെ മകളെ ഞാൻ താങ്കൾക്ക് ഇണയായി ഭാര്യയായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സാക്ഷി നിർത്തി നമ്മെ ഏൽപ്പിച്ചുപോയ ആ പെൺകുട്ടിയുടെ മഹത്വം നമ്മൾ അറിയുന്നത്, ജീവിത പങ്കാളിയുടെ മഹത്വം നമ്മൾ അറിയുന്നത് ആ ചിറകൊടിഞ്ഞു പോകുമ്പോഴാണ്, ആ കുളിര് വേർപെട്ട് പോകുമ്പോഴാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വജഅല ബൈനക്കും മവദ്ദതം വറഹ്മ. നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അനുരാഗവും, ഈ ലോകത്ത് മനസ്സ് തളർന്നു പോകുമ്പോഴും പരസ്പരം ആശ്വസിപ്പിക്കുന്ന ആശ്വാസവും സ്നേഹവും ശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ഇതിലൊക്കെയും ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഈ കാണുന്ന സമ്പത്തിനും ഭൗതികതയ്ക്കും അപ്പുറം ഒരു സ്നേഹവും അനുരാഗവും കുളിർമയും അള്ളാഹു സംവിധാനിച്ചിട്ടുമുണ്ട് എന്നും ഇതിൻ്റെ പിന്നിൽ ആ അദൃശ്യ ശക്തിയായ അള്ളാഹുവിൻ്റെ കരങ്ങളുണ്ട് എന്നും നമുക്ക് ബോധ്യപ്പെടും.